അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്ക് നേരെ ആണവ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. അസീം മുനീറാണ് അത് പറയുന്നത്. എന്ത് ധൈര്യത്തിലാണ് ഇത്തരത്തിലൊരു ഭീഷണിയുമായി വീണ്ടും പാകിസ്ഥാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? അതായത് സ്വന്തം വില പാകിസ്ഥാൻ കളയുന്നു. അത് ഇത്തരത്തിലൊരു കരസേനാ മേധാവിയിലൂടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഞങ്ങൾ ഒരു ആണവ രാജ്യമാണ്, ഞങ്ങളെ വീഴ്ത്തിയാൽ ലോകത്തിൻ്റെ പകുതി ഭാഗം ഞങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയും, വീഴ്ത്താൻ ഞങ്ങൾക്കൊപ്പം വീഴും. ഞങ്ങളൊരു ആണവ രാജ്യമാണ്, ഞങ്ങൾക്കെതിരെ തിരിഞ്ഞാൽ ഞങ്ങൾക്കൊപ്പം ലോകത്തിൻ്റെ പകുതി രാജ്യങ്ങൾ വീഴും എന്ന ഒരു ബഡായിയാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ ഈ പറയുന്ന രീതിയിൽ പാകിസ്ഥാൻ്റെ ഒരു ഇത്തരത്തിലൊരു മേധാവി, ഒരു സേനാ മേധാവി ഇത്തരത്തിൽ സംസാരിക്കുന്നത് പോലും തെറ്റാണ്. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് ഒരു മൂന്നാമതൊരു രാജ്യത്ത്, അതായത് അമേരിക്ക എന്ന് പറയുന്ന മൂന്നാമതൊരു രാജ്യമാണ്. ആ മൂന്നാമതൊരു രാജ്യത്ത് പോയി നിന്ന് പാകിസ്ഥാൻ ഇത്തരത്തിൽ പറയുന്നത് നമുക്ക് ഒരു നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു നമ്മളെ താഴ്ത്തിക്കെട്ടുന്നതിന് തുല്യമാണ്. അതൊരു ഭീഷണിയാണ്. ആ ഭീഷണി ഇന്ത്യ ഒരിക്കലും മുഖവിലയ്ക്ക് എടുക്കില്ല. കാര്യം ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ തന്നെ 2 ദിവസം ആവുന്ന തലേ കൈവച്ചുകൊണ്ട് അയ്യോ ഇനി ഞങ്ങൾ അടിക്കരുതേ, മതിയേ, യുദ്ധം നിർത്താമേ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ച് നമ്മളെ കാല് പിടിച്ചവരാണ് ഇവർ. എന്നിട്ട് അവരിങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ലോകരാഷ്ട്രങ്ങളെ മുന്നിൽ പാകിസ്ഥാൻ്റെ വില പോകത്തേയുള്ളൂ. അത് അമേരിക്ക കൊടുക്കുന്ന ഒരു ധൈര്യം എന്നല്ലേ ഇത് നമ്മൾ കാണേണ്ടത്? ഇല്ല, അമേരിക്ക കൊടുക്കുന്ന ധൈര്യമായിട്ടൊന്നും നമുക്കിതിനെ കാണാൻ കഴിയില്ല. കാര്യം അമേരിക്കയിലെ ഒരു സെൻട്രൽ കമാൻഡൻറ്റ് ജനറൽ മൈക്കിൾ കൊറീല എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ഈ പറയുന്ന അസീം മുനീറിനെ വിളിച്ചിട്ടുണ്ട്. അസീം മുനീർ അവിടെ ചെന്നിട്ടുണ്ട്. അസീം മുനീറിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അസീം മുനീർ എന്ന് പറയുന്ന ഈ സേനാ മേധാവിക്ക് പ്രൊമോഷൻ കിട്ടണം. അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ മൊത്തത്തിലുള്ള ഒരു സേനാ മേധാവി ആയിത്തീരണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഇന്ത്യയുമായി ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂർ പഹൽഗാം ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് അവിടെ കാണാതായതായിട്ട് വാർത്തയുണ്ടായിരുന്നു. ഇദ്ദേഹം എവിടെയോ ഒളിവിലൊക്കെ ആയിരുന്നു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പിന്നീടാണ് തലപൊക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ അമേരിക്കയിൽ ഈ ഒരു യാത്രയപ്പ് ചടങ്ങിൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് അസീം മുനീറിനെ നേരത്തെയും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു, ഒരു വിരുന്ന് സൽക്കാരം ഉണ്ടായിരുന്നു. അതിൽ പോയി അദ്ദേഹം ആഹാരമൊക്കെ കഴിച്ചു. അവർ തമ്മിൽ ഭയങ്കര സൗഹൃദമായിരുന്നു. അത് ഇന്ത്യക്ക് ഇഷ്ടമല്ലെന്ന് ഇന്ത്യ അറിയിക്കുകയും ചെയ്തു. അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ പിന്നിൽ മറ്റൊന്നുമല്ല, അമേരിക്കയുടെ അല്ല, ഈ പറയുന്ന പാകിസ്ഥാൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് അവർ രാഷ്ട്രീയപരമായിട്ട് തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു വിലയില്ലാത്ത രാജ്യമാണ്. അവിടെ സേനാ മേധാവികളാണ് എല്ലാം ചെയ്യുന്നത്. പൊളിറ്റിക്കലി അവർക്ക് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടെങ്കിലും അവർക്കൊന്നും ഒരു വിലയില്ല. ഈ അസീം മുനീർ എന്ന് പറയുന്ന സേനാ മേധാവിയെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുപിടിച്ചുകൊണ്ട് അവിടെയൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ വരും ഭാവിയിൽ അസീം മുനീർ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് ആവും. അതിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ്, അതിന് അമേരിക്കയുടെ ഒരു സപ്പോർട്ട് കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ കാണിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, അമേരിക്കയുടെ ഒരു ബാഹ്യമായിട്ടല്ല, ഒരു അന്തർധാരയിലൂടെയുള്ള സഖ്യം അവിടെ വർക്കൗട്ടാണ്. എന്താന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് അങ്ങനെ ഒരു ഉണ്ട്, അത്താഴവിരുന്ന് കൂട്ടിയ ആളാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ. അപ്പൊ നമുക്ക് ട്രംപിനെയോ അമേരിക്കയോ അത്ര വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം റഷ്യയുടെ നമ്മുടെ നയതന്ത്ര കാര്യങ്ങൾ മുന്നും നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്, നയതന്ത്ര കാര്യങ്ങളിൽ വരെ ഭരിക്കാൻ വേണ്ടി ട്രംപ് വരുമ്പോൾ അതൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഇന്ത്യ എത്തിയിട്ടില്ല. പക്ഷെ പാകിസ്ഥാൻ അമേരിക്ക തുള്ളുന്ന താളത്തിന് തുള്ളുന്ന ഒരു രാജ്യമായിട്ടല്ലേ ഇത് മനസ്സിലാക്കേണ്ടത്? അല്ല മീര, ഇതിനകത്തെ ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാന് സ്വന്തമായി ഒരു നിലപാടില്ലാത്ത, സ്വന്തമായി ഇപ്പം ഈ പറയുന്ന അവർ ആണവ രാജ്യമാണെന്ന് അവർ പറഞ്ഞല്ലോ. ഈ ആണവ രാജ്യം എന്ന് പറയുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത്? ഇവർക്ക് ചൈനയിൽ നിന്നാണ് ആയുധങ്ങൾ. ഇവർക്ക് സാമ്പത്തികമായി എന്ത് ഇതാ ഉള്ളത്? ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇവർക്ക് നമ്മുടെ നദീജലത്തിൻ്റെ കരാർ പോലും ഇവർക്ക് നമ്മൾ ഇതാക്കിയിരിക്കുകയല്ലേ. അവർക്ക് വെള്ളം കിട്ടാത്ത രീതിയിൽ വരെ നമ്മൾ പണി വെച്ചിരിക്കുക. എന്നിട്ടും അവർ അഹങ്കാരത്തിന് യാതൊരു കുറവുമില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ പാകിസ്ഥാന് യുദ്ധസാമഗ്രികൾ കൊടുക്കുന്നതും ആരാണ്? ചൈന വരെയുള്ള അവർക്കൊപ്പം നിൽക്കുന്നവരാരൊക്കെയാണ്? തുർക്കി, സൗദി അറേബ്യ, ഇങ്ങനെയൊക്കെയുള്ള ചില രാഷ്ട്രങ്ങളാണ് അവർക്കൊപ്പം നിൽക്കുന്നത്. ചൈന പോലും ഇപ്പോൾ ഭാഗികമായിട്ട് ഇവരായിട്ട് എതിർത്താണ് നിൽക്കുന്നത്. ഇവർ ഇന്ത്യക്ക് ഈ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും ഇവരുടെ ഓരോ ഇവരുടെ ഓരോ ഇവർ വാങ്ങിക്കൂട്ടുന്ന ചൈനയിൽ നിന്നുള്ള ആയുധങ്ങൾ പോലും അത് ശരിക്കും ഉപയോഗിക്കാൻ പോലും അവർക്കറിയില്ല. അതിന് പട്ടാളക്കാരെ വരെ അവിടെ നിന്ന് വാടകയ്ക്ക് എടുത്താണ് ഇവർ ചെയ്യുന്നത്. എവിടുന്ന്? ചൈനയിൽ നിന്ന് പട്ടാളക്കാർ വന്നിയെന്നാണ് ഈ പറയുന്ന താവളങ്ങളിൽ, സൈനിക താവളങ്ങളിൽ അവരാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. അങ്ങനെ അവർ അത്ര ബലഹീനമായി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ അവർ എന്ത് ചെയ്യാനാണ്? അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്ത്യ സാമ്പത്തികമായി ഇപ്പോൾ നിൽക്കുന്നത്
നിൽക്കുന്നതിനേക്കാൾ ഇനി ഇപ്പം 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് അതിന് ഒരു 3ാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്താനുള്ള സാധ്യതയുണ്ട്. ഇത് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ട്. ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ ഇന്ത്യയുടെ മെറിറ്റ് എന്താണെന്നുള്ളത് മറ്റ് ലോകരാഷ്ട്രങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ത്യക്ക് എന്തുമാത്രം ഈ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിൽ പാകിസ്ഥാനെ നിലം തൊടാതെയല്ലേ ഇവർ അടിച്ചത്. നിലം തൊടാതെ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു യുദ്ധം. പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ഒരു വിരോധമുള്ള രാജ്യം ഈ പറയുന്ന പോലെ ഇന്ത്യയാണ്. അവർക്ക് ഈ മുസ്ലിം രാഷ്ട്ര സ്നേഹം എന്ന് പറയുന്ന രീതിയിലുണ്ടെങ്കിലും എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും ഇവർക്കൊപ്പം ഒന്നും അല്ല. ഇപ്പോൾ അമേരിക്ക ഇവരെ സഹായിക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ച് ഈ തീരുവ കരാറിലുള്ള ഒരു വിഷയം മാത്രമാണ് നമ്മൾ അവരുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇപ്പം നിൽക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അവർ തീരുവ കരാറിനെ കുറിച്ച് അവർ പറയുന്നത്? റഷ്യയുമായിട്ടുള്ള നമ്മുടെ എണ്ണ ഇറക്കുമതിയെ സംബന്ധിച്ചാണ്. അത് ഇന്ത്യക്ക് അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അത് മാറ്റാൻ പറ്റില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ അതിനു മുമ്പ് തന്നെ ഇന്ത്യക്ക് റഷ്യയുമായി അടുത്ത ചങ്ങാത്തമുണ്ട്. അതൊക്കെ തന്നെ അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്ക ഇവരെ എത്ര തന്നെ വഴിവിട്ട് സഹായിക്കാമെന്ന് കരുതിയിരുന്നാലും ഇവരുടേതായ ഒരു ഇതുണ്ട്. ഇവരെന്താണ് എന്ന് ഇവർക്ക് ശരിക്കും അറിയാം. ഇവർക്ക് എത്രേ കഴിയുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്ത് പോയി നിന്ന് ഇങ്ങനെ ആണവ രാജ്യം ഞങ്ങൾ ഉരുമ്പിട്ടിറങ്ങിയ ഒരു രാജ്യത്തിൻ്റെ പകുതി പോകുമെന്ന് പറഞ്ഞാൽ ഒരു സേനാ മേധാവിക്ക് ഒരിക്കലും ഇങ്ങനെ പറയേണ്ട വോയിസ് ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇങ്ങനൊരു ചടങ്ങിലേക്ക് എന്തിന് അസീം മുനീർ വരുന്നു എന്നുള്ളത് ചോദ്യം. വരുന്നെന്ന് പറഞ്ഞാൽ ക്ഷണിച്ചാൽ അദ്ദേഹം പോകുന്നു. അമേരിക്ക എന്തിന് അങ്ങനെ മറ്റു അത് അമേരിക്കയുടെ ഇംഗിതമാണെന്നേ. അമേരിക്കയുടെ ഇഷ്ടമല്ലേ. ഇപ്പം ഒരു ലോകരാജ്യം, ഓരോ രാജ്യങ്ങളും ഇത്തരത്തിൽ ക്ഷണിക്കുമ്പോഴത്തേക്ക് ഇത്തരത്തിൽ ഒരു മറുപടി, ഒരു നയതന്ത്രപരമായിട്ടുള്ള ഒരു കാര്യമാണ്, യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഈ കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ ഈ വേദി പോയി എന്നാണ് ഇതൊക്കെ പറയുന്നത്. അതിന് അത് എന്തുകൊണ്ടാണെന്നറിയോ? അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഇപ്പം നിലവിൽ പുറത്തുണ്ട്. അപ്പോൾ അവിടെ പോയി നിന്ന് എന്തും പറയാൻ ആ ഉദ്ദേശം ആയിക്കൂടെ അസീം മുനീർ ചെയ്തത്. അതായത് നിൽക്കുന്നത് സേഫ് ഇടമാണ്, അപ്പോൾ അവിടെ നിന്ന് പറയാലോ, തിരുത്താൻ ആരും വരില്ലല്ലോ. തിരുത്താൻ ഇന്ത്യ ചെന്നിട്ടുണ്ട്. ഇതിലിപ്പോൾ ലോകരാഷ്ട്രങ്ങളെ മുന്നിൽ പിന്നെ പാകിസ്ഥാൻ എന്തായി? പാകിസ്ഥാൻ വെറുതെ അവരുടെ ഉള്ള വില കൂടെ അവർ പോയി. ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഇങ്ങനെ ഒരു വേദി പോയി എന്ന് പറയാൻ പാടില്ല. അത് പറയാൻ ഒരു സേനാ മേധാവിക്ക് യാതൊരു വോയിസും ഇല്ല. അത് പറയേണ്ടത് അവരുടെ പ്രസിഡന്റാണ്. പൊളിറ്റിക്കലി അവർ തിരഞ്ഞെടുത്തില്ല, അവർ പ്രസിഡന്റ്, അവർ പ്രധാനമന്ത്രിയാണ് അത് പറയാനുള്ളത്. അല്ലാതെ വേറെ ആരുമല്ല പറയേണ്ടത്. അവിടെ തന്നെ തെറ്റി, അവിടെ തന്നെ വീഴ്ച പറ്റി. പിന്നെ അമേരിക്ക ഇപ്പോൾ കൂടെ നിർത്തുന്നതൊന്നല്ല. ഇതിപ്പോൾ ഈ ചടങ്ങിൽ വേറെ ലോകരാഷ്ട്രങ്ങളിലെ ആൾക്കാരുണ്ടായിരിക്കാം, അവരൊക്കെ തന്നെ വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്നിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞൊരു വർത്തമാനം എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു മെഴ്സിഡസ് കാറാണ്. ആ മെഴ്സിഡസ് കാറ് ഇങ്ങനെ ഇടിച്ചൊതുക്കി ഡംപ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ഇടിച്ചൊതുക്കി ഡംപ് ചെയ്ത് കളയുന്ന ഒരു ട്രക്കാണ് ഇവരെന്നാണ് പറഞ്ഞത്. പാകിസ്ഥാൻ. അപ്പോൾ അതൊക്കെ ഉദാഹരണമാണ്. നമ്മൾ മെഴ്സിഡസ് എന്ന് പറയുമ്പോൾ കാണാൻ ഭംഗിയുള്ള ഒരു കാറല്ലേ. ഡംപിങ് ട്രക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തുവാണ്? അത് വെറും ഇടിച്ച് നശിപ്പിക്കുന്ന ഒരു സാധനമൊന്നുമില്ല. ഡംപിങ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സാധനങ്ങൾ കൊണ്ട് കൊണ്ട് ഡംപ് ചെയ്തിടുന്ന സ്ഥലമല്ലേ. അപ്പോൾ അത് എന്തിനിങ്ങനെ സ്വന്തം വില ഇദ്ദേഹം കളഞ്ഞു? ഇത് മറ്റൊന്നുമല്ല, അസീം മുനീർ എന്ന് പറയുന്ന കരസേനാ മേധാവി, അത് അവരുടെ പാക് സേനാ മേധാവിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പാകിസ്ഥാൻ്റെ പ്രസിഡൻ്റായി വരണം. അതിന് രാജ്യത്തിനകത്തുള്ളവരെയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഞാനൊരു സംഭവമാണ്, നമ്മുടെ ശത്രുക്കൾക്കെതിരെ ശബ്ദം ഉയർത്താൻ എനിക്ക് പറ്റുമെന്ന് തെളിയിക്കുക. അത്ര മാത്രമേ ഇതിനകത്ത് നടന്നിട്ടുള്ളൂ. അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ ഇന്ത്യ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യ അതിനെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. ഇതേപോലൊരു വേദിയിൽ നിന്നും പോയി നിന്ന് മൂന്നാമതൊരു രാഷ്ട്രത്തിൽ പോയി നിന്ന് ഇങ്ങനെ ഈ പറഞ്ഞ വെല്ലുവിളികൾ നടത്തരുത്, അതൊക്കെ തന്നെ തെറ്റാണ്, അത് നിങ്ങൾ നടത്തിയത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്, ഈ ആണവ ഭീഷണിക്കൊന്നും ഇന്ത്യ വഴങ്ങില്ല. ആണവ രാജ്യം, ഇന്ത്യയുടെ ആണവ നയം എന്ന് പറയുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ കാണുന്നത്. ആണവ ആയുധം ഉപയോഗിക്കുന്നത് പോലും തെറ്റാണ് എന്ന കൺസെപ്റ്റുള്ള രാജ്യമാണ് ഇന്ത്യ. അവിടെ ആണവ രാജ്യങ്ങളുടെ ആണവ കരാർ, ഇന്ത്യയുടെ ആണവ കരാർ, ഇന്ത്യ ആണവ ആയുധം ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഒക്കെ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വല്ലാത്ത മതിപ്പാണ് ഇന്ത്യക്കുള്ളത്. അത് ആണവം എന്ന് പറയുന്നത് പോലും തെറ്റാണ്. ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരു ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും പറയാൻ അറിയാത്ത ആൾക്കാരുണ്ട്. ഇവരുടെ പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ഇവർക്ക് ശരിക്കും പട്ടാളക്കാരുണ്ടോ? കണ്ട തീവ്രവാദികളല്ലേ ഇവരുടെയൊക്കെ പട്ടാളം എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ ഇന്ത്യയെക്കുറിച്ച് മൂന്നാമതൊരു രാഷ്ട്രത്തിൽ പോയി നിന്ന് ഇത്തരത്തിൽ സംസാരിച്ചത് ഏറ്റവും വലിയ അവരുടെ അപജയമാണ്, അവരുടെ ഒരു തോൽവിയാണ്, ഒരു ഭൂലോക തോൽവി. പാകിസ്ഥാൻ വീണ്ടും തങ്ങളൊരു ഭൂലോക തോൽവിയാണ് എന്ന് അവരുടെ
കരസേനാ മേധാവിയെ കൊണ്ട് അവർ തന്നെ പറയിച്ചു എന്ന് തന്നെ നമുക്ക് കരുതാം.